എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾ തനിയെ ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ചുർമുറാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിനായി എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പൊരി 2 കപ്പ് എടുത്തു വച്ചിട്ടുണ്ട്. മിക്സ്ചർ 1 കപ്പ്, സബോള ചെറുതാക്കി അരിഞ്ഞത് 1/4 കപ്പ്, കാരറ്റ് സ്ലൈസ് ചെയ്തത് 1/4 കപ്പ്, തക്കാളി ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, കപ്പലണ്ടി ഫ്രൈ ചെയ്തത് 1/4 കപ്പ്, മല്ലിയില ആവശ്യത്തിന്, മുളക് പൊടി 1/2 സ്പൂൺ, വെളിച്ചെണ്ണ 1 സ്പൂൺ, ലെമൺ ജ്യൂസ് 1 സ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് പൊരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പൊരി ഇടുകയാണ്. ഇനി നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പൊരി ഫ്രൈ ചെയ്തത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ് പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. കപ്പലണ്ടി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് സബോള അരിഞ്ഞു വെച്ചത്, തക്കാളി അരിഞ്ഞു വെച്ചത്, കാരറ്റ് സ്ലൈസ് ചെയ്തത്, മല്ലിയില 1 സ്പൂൺ, ലെമൺ ജ്യൂസ് 1 സ്പൂൺ, മിക്സ്ചർ ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഈ ഒരു മിക്സ്ചർ മേടിക്കുന്നതായിരിക്കും ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ, ഒരുപാട് മിക്സ് ചെയ്യരുത്. ഇനി ഞാനിതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുകയാണ്. എനിക്ക് ഉപ്പ് സ്വല്പം കുറവുണ്ട്, അതായത് ഒരു നുള്ളുപ്പ്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അതിനുശേഷം ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്വല്പം മല്ലിയിലയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും കുട്ടികൾ തനിയെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതുമായ ചുർമുർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.